കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസം നിയമസഭയിൽ ഉന്നയിച്ച് ആര്യടൻ ഷൗക്കത്ത് എംഎൽഎ. 2019 പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പോത്തുകല്ല്, കരുളായി, വഴിക്കടവ് പഞ്ചായത്തുകളിൽ വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ കുടിലുകളിൽ കഴിയുന്ന 200-ൽ പരം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നും അർഹതപ്പെട്ട ഭൂമി എന്ന് വിതരണം ചെയ്യാനാവുമെന്നും ആര്യടൻ ഷൗക്കത്ത് എംഎൽഎ ചോദ്യം നിയമസഭയിൽ ഉന്നയിച്ചു. നിലമ്പൂരിലെ ഉന്നതികളിലുള്ളവരുടെ പ്രയാസങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതാണെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. വനത്തിനുള്ളിൽ താമസിക്കുന്നവർ പുറത്തേക്ക് വരാൻ വിമുഖത കാണിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. പുനരധിവാസം സംബന്ധിച്ച് പരിശോധിച്ച് പദ്ധതി നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി മറുപടി നൽകി. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ 2019 വലിയ പ്രളയത്തിൽ വീടും പാർപ്പിടം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് 200-ലധികം ആദിവാസി കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുക. പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ, കുമ്പളപ്പാറ, തണ്ടക്കല്ല്, അതേപോലെ വഴിക്കടവ് പഞ്ചായത്തിൽ, പോത്തുകല്ല് പഞ്ചായത്തിൽ, കരുളായി പഞ്ചായത്തിൽ കഴിഞ്ഞ 7 വർഷമായി ഇപ്പോഴും അവർ നീല പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലാണ് കഴിയുന്നത്. അവരുടെ പുനരധിവാസം ഇതുവരെ നടന്നിട്ടില്ല. അവർക്ക് ശൗചാലയമില്ല, കുടിവെള്ളമില്ല. മന്ത്രി തന്നെ നേരിട്ട് കണ്ടതാണ് സർ. തെരഞ്ഞെടുപ്പ് കാലം ഈ 6 മാസം മുൻപ് മന്ത്രി തന്നെ നേരിട്ട് കണ്ടതാണ്. എന്ന് അവരുടെ പുനരധിവാസം പൂർത്തീകരിക്കാൻ കഴിയും? അവർക്ക് അവകാശപ്പെട്ട ഭൂമി എന്ന് കൊടുക്കാൻ പറ്റും? അവർക്ക് പാർപ്പിട സൗകര്യം? സാർ, ഈ പറയുന്ന പോലെ ഞാൻ നേരിട്ട് ആ പ്രദേശം ഞാൻ സഞ്ചരിച്ചിരുന്നു. പ്രളയത്തിൽ പൂർണ്ണമായിട്ടും തകർന്നിട്ടുള്ള ഒരു ഉന്നതി നിലക്ക് നേരിട്ട് പോവുകയും ആ കാര്യങ്ങൾ പരിശോധിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരെ പുനരധിവസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും പരിശോധനയും ഇപ്പോൾ വകുപ്പ് ചെയ്തു വരുന്നുണ്ട്. അവരൊക്കെ ഒരു വനപ്രദേശത്താണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വനത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ചില വിമുഖതയൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ വകുപ്പിന്റെ TRDM പദ്ധതി പ്രകാരം അവരെ പുനരധിവസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് വരികയാണ്, നടപ്പാക്കി വരികയാണ് സാർ.